നമസ്കാരം. നാടകം, സിനിമ, കുടുംബം ഇവയെല്ലാം ഒരുപോലെ നെഞ്ചേറ്റിയ ഒരു കലാകാരൻ, കീഴാറ്റൂരുകാരുടെ സ്വന്തം സന്തോഷ് കീഴാറ്റൂർ. വിക്രമാദിത്യൻ എന്ന ഒറ്റ ചിത്രത്തിലൂടെ ജനപ്രീതി നേടിയ ഒരു താരം. ഒപ്പം ഈ വിഷുക്കാലത്ത് കമാരസംഭവം എന്ന വമ്പൻ ചിത്രത്തിന്റെ ഭാഗമായ സന്തോഷ് കീഴാറ്റൂരാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. സ്വാഗതം. നമസ്കാരം. എന്തായാലും ഈ ഒരു വിഷുക്കാലത്ത് ഒരുപാട് സന്തോഷം തരുന്ന ഒരു വിശേഷമാണ് സന്തോഷിൽ നിന്ന് കേൾക്കാനുള്ളത്. കമാരസംഭവം എന്ന ചിത്രത്തിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു. എങ്ങനെയാണ് ആ ഒരു വിശേഷങ്ങൾ, പ്രതികരണങ്ങൾ? കമാരസംഭവം മലയാള സിനിമയിൽ ഇതുവരെ ഇറങ്ങിയിട്ടില്ലാത്ത ഒരു വളരെ പുതിയ രീതിയിലുള്ള എല്ലാ തരത്തിലും, അതിൻ്റെ മേക്കിംഗ് ആയാലും സ്ക്രിപ്റ്റിംഗ് ആയാലും ടോട്ടലി ഭയങ്കര വ്യത്യസ്തത അവകാശപ്പെടാൻ പറ്റുന്ന ഒരു മികച്ച സിനിമ, ടെക്നിക്കലി പെർഫെക്ഷനുള്ള ഒരു സിനിമ തന്നെയാണ് കമാരസംഭവം. പിന്നെ ദിലീപേട്ടൻ്റെ നമ്മൾ സ്വീകരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനപ്പുറം ദിലീപേട്ടൻ എന്ന് പറയുന്നത് വളരെ ഒരു സീരിയസ് ആക്ടർ, ഒരേ സമയം നായകനായും വില്ലനായും ആക്ട് ചെയ്യാൻ പറ്റുന്ന, ഡ്യുവൽ പേഴ്സണാലിറ്റി കാണിക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ് കമാരൻ്റെ. അതിലുപരി എനിക്ക് ഏറെ സന്തോഷം എന്ന് പറഞ്ഞാൽ രതീഷ് അമ്പാട്ട് എന്ന് പറയുന്ന ഒരു പുതു സംവിധായകൻ തളിപ്പറമ്പിൽ നിന്നും, ഞങ്ങളുടെ സ്വന്തം രതീഷേട്ടൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ രതീഷേട്ടൻ്റെ പുതിയ സിനിമ തന്നെ ആ രീതിയിൽ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ രതീഷേട്ടൻ്റെ ഒരു എൻട്രി കൂടി കമാരസംഭവം. അതോടൊപ്പം തന്നെ ഈ കമാരസംഭവം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നടന്ന ഒരു സംഭവമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറയുന്നത് ഒരു ചരിത്രങ്ങളിലേക്ക് പോകുന്നതാണ്, തളിപ്പറമ്പിന്റെ ചരിത്രങ്ങളിലേക്ക് അങ്ങനെ പറയുന്നുണ്ട്. കാരണം ആ കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ സേനയിൽ അങ്ങനെ ഒരാൾ പോയിരുന്നു, അതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിലുപരി ഈ ഒരു എന്താ പറയണ്ടേ, ഞാൻ വളരെ കൃത്യമായിട്ട് ആ രീതിയിൽ തന്നെ സിനിമ കാണണം. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അത് പൂർണ്ണമായും അത് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. കാരണം എങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ചരിത്രം വളച്ചൊടിക്കുന്നത്, അങ്ങനെയൊക്കെ വളരെ ഗഹനമായിട്ട് പോകുന്നൊരു വിഷയമാണ്. അതേപോലെ തന്നെ ഭയങ്കര അതിൻ്റെ സ്പൂഫുണ്ട്, ഭയങ്കര രസകരമായിട്ടുള്ള വില്ലനായ ആൾ നായകനായി മാറുന്നു, നായകൻ വില്ലനായി മാറുന്നു എന്നൊക്കെ പറയുന്ന രീതിയിൽ പലപ്പോഴും നമുക്കറിയില്ല ഈ ചരിത്രം എന്താണെന്ന് അറിയില്ല. നമ്മളെ കാണിച്ചു തരുന്നതും അല്ലെ നമ്മൾ അറിയുന്നതും വായിക്കുന്നതുമാണ് ചരിത്രം. എന്തായാലും വലിയ ട്വിസ്റ്റുകൾ ഉള്ള ഒരു ചിത്രമാണ്. പറയാം, അതിന്റെ ക്യാപ്ഷൻ അങ്ങനെ തന്നെയാണ്. MGR അല്ല, MN നമ്പ്യാരാണ്. ഒരു കാലത്ത് MN നമ്പ്യാരൊക്കെ ആണല്ലോ. അപ്പൊ എങ്ങനെയാണ് കഥാപാത്രമൊക്കെ ഈ ഒരു ചിത്രത്തിൽ? അല്ല, എൻ്റെ വളരെ അത് പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ട്രോൾ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടറും കൂടിയാണ്. ഈ സിനിമയിലും അച്ഛൻ വേഷമാണ്. പക്ഷെ ആ അച്ഛൻ വേഷം തന്നെ ഈ പറയുന്ന പോലെ രണ്ട് ടൈപ്പ് ആക്ടിങ്. ഒന്ന് വളരെ പാവത്താനാണ് ഒരു ഭാഗത്ത്, മറ്റേത് കുറച്ചൊരു ഹീറോയിസമുള്ള കുറച്ച് സീൻസൊക്കെ ഉള്ള ഒരു അച്ഛൻ വേഷമാണ്. കമാരൻ്റെ അച്ഛൻ വിശ്വംഭരൻ വൈദ്യർ എന്ന് പറയുന്ന വിശ്വംഭരൻ നമ്പ്യാർ എന്ന് പറയുന്ന കഥാപാത്രമാണ്. ആ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയ അത്രയും വലിയൊരു പ്രൊജക്ടിൻ്റെ ഗോകുലം നിർമ്മിച്ച സിനിമ, ദിലീപേട്ടൻ്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രതീഷ് അമ്പാട്ട് എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട രതീഷേട്ടൻ്റെ ആദ്യ സംരംഭം. പിന്നെ അതുപോലെ തമിഴിലെ സിദ്ധാർത്ഥ്, എനിക്ക് ഏറെ ഇഷ്ടമുള്ളൊരു ആക്ടറാണ് അയാൾ. സിദ്ധാർത്ഥിൻ്റെ ഏറ്റവും മികച്ച ആക്ടിംഗ് ആണ് കമാരസംഭവത്തിൽ. എന്തായാലും വിക്രമാദിത്യത്തിൽ ദുൽഖറിന്റെ അച്ഛൻ, മറിയമുക്കിൽ ഫഗദിന്റെ അച്ഛൻ, ഇപ്പൊ ഇതാ കമാരന്റെ മുരുകന്റെ അച്ഛൻ. അതാണ് ഏറ്റവും വലിയ അച്ഛനായിട്ട് വന്നത് അല്ലേ? അതിനുശേഷം ഇപ്പം കോമ്പിനേഷൻ അല്ലേ? അതെ, ഒടിയൽ എന്തായാലും അച്ഛനല്ല. ഒടിയല് അച്ഛനല്ല, നല്ല അതും ഈ പറയുന്ന പോലെ എന്താ പറയുക, അതൊരു സ്വപ്ന സിനിമയാണ്. ഓണത്തിന് ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്രയാണ് വലിയ സിനിമകളുടെ ഭാഗമാകാൻ പറ്റുമ്പോൾ ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ ചെറിയ ഒരുപാട് നല്ല ചിത്രങ്ങളുടെ ഭാഗമാകാനും പറ്റുന്നുണ്ട്. ഒടിയനെ കുറിച്ച് പറയുമ്പോൾ ഈ മോഹൻലാൽ രണ്ടാമത്തെ രൂപത്തിൽ എത്തിച്ചേർന്ന അതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു സെറ്റിലുള്ള ഒരു? അല്ല, അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞതിൻ്റെ ഒരു എന്താ പറയുക, കാരണം ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമുക്ക് ഈ അടുത്ത കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് മലയാളികൾക്ക് പ്രത്യേകിച്ച് ഈ കാത്തിരിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കില്ലായിരുന്നു. നമ്മുടെയൊക്കെ അല്ലെ ചെറുപ്പകാലത്ത് ലാലേട്ടൻ്റെ സിനിമ, മമ്മൂക്കയുടെ സിനിമ, സുരേഷ് ഗോപിച്ചേട്ടൻ്റെ സിനിമ, അല്ലെങ്കിൽ ഡയറക്ടർ പേരെടുക്കുകയാണെങ്കിൽ ഷാജി കൈലാസ് സാറിൻ്റെ, രഞ്ജിത്ത് സാർ, പിന്നെ കമൽ സാർ, സിബി മലയിൽ സാർ, രോഹിദാസ് സാർ, ഇവരുടെയൊക്കെ സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ അത് തിയേറ്ററിൽ എത്തുന്നത് വരെയുള്ളൊരു കാത്തിരിപ്പുണ്ടായിരുന്നു. അതൊരു വല്ലാത്തൊരു എന്താ പറയണ്ടേ, ഫസ്റ്റ് ഷോ കാണാൻ പോകുന്നു, ഒരാഴ്ച പോയ ടിക്കറ്റ് കിട്ടില്ല. ഈ അടുത്ത കാലത്ത് അതൊക്കെ കുറഞ്ഞിരുന്നു. നമ്മുടെ ഒരു കാത്തിരിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം. ഇപ്പോൾ ഓണത്തിന് കാത്തിരിക്കുന്നില്ല, എപ്പോഴും ഓണമാണ്. വിഷുവിന് കാത്തിരിക്കുന്നില്ല, എപ്പോഴും വിഷുവാണ്. ഷൊടിയൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ലോക മലയാളികൾ മുഴുവൻ കാത്തിരിക്കുകയാണ്.
അപ്പൊ ഞാനും അങ്ങനെ ഒരു കാത്തിരിക്കുന്ന ഒരാളാണ് ആ സിനിമ കാണാൻ വേണ്ടി. എന്തായാലും ഈ ഒരു കാലഘട്ടം എന്നത് അത് ബ്രഹ്മാണ്ഡ ചിത്രങ്ങളുടെ കാലമാണ്. ബ്രഹ്മാണ്ഡ ചിത്രം ബാഹുബലി വന്നതിന് ശേഷം ഇങ്ങോട്ട് പുലിമുരുകനും നമ്മുടെ മലയാളത്തിലും ആ ഒരു ബ്രഹ്മാണ്ഡ ചിത്രങ്ങളുടെ കാലം, ഇപ്പൊ കമാര സംഭവം, ഇനി ഒടിയൻ, ഈ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളുടെ ഒക്കെ ഭാഗമാകാൻ കഴിയുമ്പോൾ എന്ത് തോന്നുന്നു? ഒരു എനിക്ക് തോന്നുന്നു 16-ാം വയസ്സിൽ തുടങ്ങിയതാണ് നാടക ജീവിതം. അവിടുന്ന് ഏറെ നാളുകൾക്ക് ശേഷം സിനിമയിലേക്ക് എത്തുന്നു. അവിടുന്ന് ഇങ്ങോട്ട് ഈ വമ്പൻ ചിത്രങ്ങളുടെ ഭാഗമാകുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ഭാഗ്യം കൈവന്നതായി തന്നെ തോന്നുന്നില്ലേ? അല്ല, ഇതൊക്കെ എന്താ പറയുക, ഭാഗ്യം തന്നെയാണ്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. കാരണം ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഒരിക്കലും. 6-ാം ക്ലാസ് മുതൽ തുടങ്ങിയ അഭിനയ ജീവിതം 8-ാം ക്ലാസ്സിൽ ആദ്യത്തെ നാടകം സംവിധാനം ചെയ്യുന്നു. അവിടെ നിന്ന് കൂടെ പഠിക്കുന്ന കുട്ടികളെ നാടകം അഭിനയിക്കാൻ പഠിപ്പിക്കുകയും ഒപ്പം തന്നെ അഭിനയിക്കുകയും അവർ ആ സംവിധാനം ചെയ്യുകയും ഒക്കെ ചെയ്ത് അവരെ സ്റ്റേജിലേക്ക് എത്തിക്കുന്ന ഒരു അവസ്ഥ. അവിടെ നിന്ന് മല്ലിക സാരാഭായിയുടെ ട്രൂപ്പിലേക്ക് എത്തിച്ചേർന്നു. ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു? അതേപോലെ ഇതെല്ലാം ഓരോ സംഭവിക്കുന്നതാണ്. കാരണം ഞാൻ ഈ പഠിക്കുന്ന സമയത്തൊന്നും ഞാൻ അങ്ങനെ ഒരു ആക്ടറാണെന്ന് എനിക്ക് തോന്നിയിട്ട് പോലുമില്ല. കാരണം അത്ര വലിയൊരു സ്മാർട്ട്, ക്ലാസ്സിൽ ഭയങ്കര കുരുത്തക്കേടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. പെട്ടെന്ന് മോണാക്ട് ഉണ്ടാക്കുക, പെട്ടെന്ന് ചെറിയ ചെറിയ നാടകങ്ങൾ ഉണ്ടാക്കുക, സ്കൗട്ടിലൊക്കെ ക്യാമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ സ്കിറ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ നാടകം അന്ന് മുതലേ ഈ തൃച്ചംബരം അമ്പലത്തിലെ ഉത്സവം കാണാൻ പോയാലാണ് ഏറ്റവും കൂടുതൽ നാടകങ്ങൾ കാണുന്നത്. പിന്നെ അതിലും കൂടുതൽ അതിലേക്ക് പോകാൻ കാരണം തെയ്യം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ അത് ഒരേ സമയത്ത് തന്നെ വിശ്വാസവും അതേപോലെ തന്നെ ഏറ്റവും വലിയ ആർട്ട് ഫോമാണ്. ഏറ്റവും വലിയൊരു ഫോക്ക് ആർട്ട് ഫോം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെയ്യമാണ്. ഈ തെയ്യത്തിലെല്ലാം ഉണ്ട്. തെയ്യത്തിൽ ശരിക്ക് നാടകമുണ്ട്, സിനിമയുണ്ട്, കവിതയുണ്ട്. കാരണം മൊഴിയാട്ടമുണ്ട്, വാചികമുണ്ട്, ആംഗികമുണ്ട്, സ്വാത്വികമുണ്ട്, ആഹാര്യമുണ്ട്. ചതുർവിധ അഭിനയത്തിൻ്റെ സമസ്ത മേഖലയും കൈകാര്യം ചെയ്യുന്ന ഒരു കലാരൂപമാണ് ശരിക്കും തെയ്യം. അതിന് ആ രീതിയിൽ വേണ്ടത്ര രീതിയിൽ പഠന ഗവേഷണം നടന്നോ എന്നറിയില്ല. കഥകളിയെക്കുറിച്ചൊക്കെ ലോകം അറിയുന്നത് പോലെ തന്നെ തെയ്യം അത്രയും എനർജി ഒരുപക്ഷെ മലബാറിലെ ഒരുപാട് കലാരൂപങ്ങൾ അങ്ങനെ അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ തെയ്യം കണ്ടിട്ട് തന്നെയാണ് എൻ്റെ ഉള്ളിൽ ഒരു ആക്ടർ അല്ലെ ഒരു കലാകാരൻ രൂപപ്പെട്ട് വരുന്നത്. കൃത്യമായിട്ടും തെയ്യം കണ്ടുകൊണ്ട് തന്നെയാണ്. അങ്ങനെ നാടകത്തിൽ അഭിനയിക്കുന്നു. +2 കഴിയുന്നതോടുകൂടി സംഘചേതന എന്ന് പറയുന്ന അവിടെയാ തുടക്കം. സത്യം പറഞ്ഞാൽ കണ്ണൂർ സംഘചേതനയാണ് എൻ്റെ സ്കൂൾ എന്ന് പറയാം. സംഘചേതന എത്തിപ്പെടുന്നു. ആ സമയത്ത് സംഘചേതനയുടെ സഖാവ് പഴശ്ശിരാജ നാടകത്തിൽ ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കമ്മാര സംഭവത്തിലൊക്കെ ആക്ട് ചെയ്യുന്ന പോലെയാണ് അന്നത്തെ ഒരു ഫീലിംഗ്. കാരണം നാടക വണ്ടി പോകുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കും. ഞാൻ കല്യാശ്ശേരി സ്കൂളിലാണ് പഠിച്ചത്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിരുന്നു സംഘചേതനയുടെ ഓഫീസ്. ഭയങ്കര കുറേ നടന്മാർ, നാടകവണ്ടി, പേര്, വിളിച്ചു പറഞ്ഞു കൊണ്ടുപോകുന്ന ആ ഒരു കാലഘട്ടമൊക്കെ. അങ്ങനെ ഞാൻ ആ ട്രൂപ്പിൽ എത്തിപ്പെടുന്നു. ആ ട്രൂപ്പിൽ എത്തിപ്പെട്ടതോടുകൂടി പിന്നെ നാടകമാണ് എൻ്റെ ഒരു മേഖല എന്ന്. കാരണം വ്യത്യസ്തരായിട്ട് സംവിധായകർ, ഗോപിനാഥ് കോഴിക്കോട് സാറ്, വേണുക്കുട്ടൻ നായർ, ഷിബേഴ്സ് കൊട്ടാരം, കരിവള്ളൂർ മുരളിയേട്ടൻ തുടങ്ങി അങ്ങനെ വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരായിട്ട് പരിചയപ്പെടുന്നു. ആദ്യമായിട്ട് ഡൽഹി കാണുന്നു, ബോംബെ കാണുന്നു, പിന്നെ തമിഴ്നാട് ചെന്നൈ കാണുന്നു, പഞ്ചാബ് കാണുന്നു, ചണ്ഡീഗഡ് കാണുന്നു, കൽക്കത്ത കാണുന്നു, തിരുവനന്തപുരം കണ്ടതുപോലും ഞാൻ ഈ നാടകത്തിൻ്റെ കൂടെ പോയിട്ടാണ്. അപ്പോൾ അതൊരു യാത്രയാണ്. ഈ നാടകത്തിൻ്റെ ഞാൻ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു മറ്റുള്ളൊരു റൂമിലിരുന്ന് ചെയ്യുന്ന ഒരു ഇതല്ലല്ലോ. ഇങ്ങനെ ഒരു ദിവസം പഴയ നമ്മളെ സൈക്കിൾ സർക്കസുകാരില്ലേ, ഒരു ഗ്രാമത്തിൽ വന്നു, അടുത്ത ഗ്രാമത്തിലേക്ക് പോയി, അവിടുത്തെ കുറേ ആൾക്കാർ. അതേപോലെയാണ് ഇതിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു അനുഭവമുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ. കാരണം ഇന്ന് നാടകം അവതരിപ്പിച്ച ഓഡിയനായിരിക്കില്ല നാളെ. ആ സ്ഥലം വളരെ വ്യത്യസ്തമായിരിക്കാം. ഒരുപക്ഷെ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന ആൾക്കാരായിരിക്കാം, പാവങ്ങളായിരിക്കാം, ഒട്ടും കലാകാരന്മാരെ സ്വീകരിക്കാത്ത ആൾക്കാരായിരിക്കാം. പക്ഷെ ഇവരെ മുന്നിലൊക്കെ ചെയ്ത് ഒരു ആക്ടർ രൂപപ്പെട്ട് വരുന്നൊരവസ്ഥയുണ്ട്. കാരണം സദസ്സറിഞ്ഞിട്ട് വേണം എപ്പോഴും ഒരു സ്റ്റേജ് ആക്ടർ പെരുമാറും. അങ്ങനെ ആ യാത്രയിലാണ് രാജീവ് രവി എന്ന് പറയുന്ന ഇപ്പോഴത്തെ കമ്മട്ടിപ്പാടം ഒക്കെ സംവിധാനം ചെയ്ത് രാജീവ് രവി എന്ന് പറയുന്ന ഫിലിം മേക്കർ പരിചയപ്പെടുന്നു. അവിടെയാണ് എൻ്റെ ശരിക്കും ചേഞ്ച് വരുന്നത്. അവിടെയാണ് എൻ്റെ ഒരു അതുവരെ നാടകം മാത്രം സ്വപ്നം കൊണ്ട് നടന്ന് ഞാൻ ഒരു സിനിമയിലേക്കുള്ള എൻ്റെ ഡൈവേർട്ട് ചെയ്യുന്നത് ഈ രാജീവ് രവി, രാജീവ് രാജ് എന്നെല്ലാം പറയുന്ന പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഫൗസിയ ഫാത്തിമ ഇവരെ പരിചയപ്പെടുകയും ഇവരുടെ കൂടെ ഒരു ഡോക്യു ഫിക്ഷനിൽ വർക്ക് ചെയ്യാൻ അവസരം കിട്ടിയതോടുകൂടിയാണ് അതുവരെ കണ്ട സിനിമകളടക്കം മാറിപ്പോകുന്നത്. പിന്നീടാണ് ഫിലിം ഫെസ്റ്റിവലുകൾ കാണാൻ തുടങ്ങുന്നത്. വേറൊരു തരം സിനിമ, ലാറ്റിൻ അമേരിക്കൻ സിനിമകളെക്കുറിച്ചും യൂറോപ്യൻ സിനിമകളെക്കുറിച്ചൊക്കെ കൂടുതൽ, ഇറാൻ സിനിമകളെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാനും പഠിക്കാനും ആ ഒരു ബന്ധം വെച്ചുകൊണ്ടാണ് ചക്രം എന്ന് പറയുന്ന ആദ്യ സിനിമ ലോഹിതാസ് സാറിന്റെ, പൃഥ്വിരാജിന്റെ അനുജനായിട്ട്. അന്ന് ഈ രാജീവ് രവിയേട്ടനായിരുന്നു അതിന്റെ ക്യാമറ. വെറുതെ കാണാൻ പോയതാണ് ലൊക്കേഷൻ. രാജീവേട്ടനെ ലോഹിതാസ് സാറിന് ഇഷ്ടപ്പെടുകയും വിളിച്ചഭിനയിപ്പിക്കും. അപ്പോൾ എനിക്ക് ക്യാമറയുടെ പിറകിൽ തന്നെയായിരുന്നു എൻ്റെ ഒരു എല്ലാ ശ്രദ്ധയും. ആ യാത്രകൾക്കിടയിലാണ്
TV ചന്ദ്രൻ സാറിനെ പരിചയപ്പെടുന്നു ഒരു ഫെസ്റ്റിവലിന് വെച്ചിട്ട്. അങ്ങനെ ആ ചന്ദ്രൻ സാറിനെ TV ചന്ദ്രൻ സാർ എന്ന് പറഞ്ഞാൽ അത്രയും അതെ. ദേശീയ അവാർഡുകൾ കൊണ്ടുതന്ന ഒരു ഡയറക്ടറാണ്. സാറിൻ്റെ അസിസ്റ്റൻ്റ് ആവുന്നു. സാറിൻ്റെ മകൻ യാദവൻ ചന്ദ്രൻ, അദ്ദേഹം ഇപ്പോഴും മല്ലിക സാരാഭായിയുടെ കൂടെ അവിടുത്തെ കംപ്ലീറ്റ് മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരു വലിയൊരു കക്ഷിയാണ്. ഫുൾ ടൈം ലോകം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ്. അദ്ദേഹമാണ് എന്നെ മല്ലിക സാരാഭായിയുടെ കൂടെ കൊണ്ടുപോവുകയും വേറൊരു ലോകം കാണുന്നു. പിന്നെ വീണ്ടും തിരിച്ചു വന്ന് വീണ്ടും കൂടെ പെർഫോം ചെയ്തിട്ടില്ല. ഞാൻ ടെക്നിക്കൽ സൈഡിലാണ് വർക്ക് ചെയ്തത്. അതൊരു അക്കാദമിയാണ് അവർ ഒരുപാട് സോഷ്യൽ വർക്ക് ചെയ്യുന്ന ഒരു ഇതാണ്. അവിടെ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും പല ആർട്ടിസ്റ്റുകളും വരും, പെർഫോം ചെയ്യും, അവരുടെ സോഷ്യൽ വർക്ക് നടത്തും. പിന്നെ വീണ്ടും തിരിച്ചു വന്ന് നാട്ടിൽ വന്നു, ഒരു പ്രൊഫഷണൽ നാടക ട്രൂപ്പിൽ വീണ്ടും ആക്ട് ചെയ്യുന്നു. അങ്ങനെ കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റ് ആവുന്നു. അവിടെ നിന്നാണ് ലാൽ ജോസ് സാറിൻ്റെ സ്കൂളിലേക്ക് എത്തിപ്പെടുന്നത്. നാടകം എന്ന ആ ഒരു വലിയ ജീവിത പാതയിൽ വഴിത്തിരിവായ ഒരു നാടകമാണ് ഒരു ഏകാംഗ നാടകം, പെൺനടൻ എന്ന നാടകം. അത് എങ്ങനെയായിരുന്നു അതിലേക്ക് എത്തിപ്പെട്ടതും? പെൺനടൻ അല്ല, ശരിക്കും എൻ്റെ ഒരു വഴിത്തിരിവ് എന്ന് പറഞ്ഞാൽ അതല്ല. കാരണം ഒരു ആക്ടർ അംഗീകരിക്കപ്പെടുന്നത് ഒരു വിജയം അല്ല. നമ്മളെ ഏത് മനുഷ്യനായാലും സക്സസ് ആവുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്. 2006 സംസ്ഥാന അവാർഡ് എനിക്കായിരുന്നു കോട്ടയത്ത് തമ്പുരാൻ എന്നൊരു നാടകം. അത് ടൈറ്റിൽ റോഡ്. അതുവരെ ഞാനിങ്ങനെ പല നാടകങ്ങളും സൈഡ് വേഷങ്ങളൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ ഈ ടൈറ്റിൽ വേഷം ചെയ്തു. ആ നാടകം ആ വർഷത്തെ ഏറ്റവും മികച്ച നാടകമായി മാറുന്നു. ഏറ്റവും മികച്ച നടൻ, വലിയ സീനിയർ ആക്ടേഴ്സിൻ്റെ കൂടെ മത്സരിച്ചിട്ടാണ് ഏറ്റവും മികച്ച നാടകം. അതോടുകൂടിയാണ് നാട്ടുകാർക്കടക്കം ഇയാളെന്തോ കൊള്ളാം. അങ്ങനെ ഉണ്ടല്ലോ, 2 തരത്തിലാണ് മനുഷ്യന്മാർ. ഒന്നിങ്ങനെ വിജയിച്ച ആൾക്കാരുടെ ഫോട്ടോ വരും, ഇല്ലെങ്കിൽ കളവ് കേസിൽ വരുമ്പോൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. 2 തരത്തിലും ആൾക്കാർ. അപ്പോൾ പത്രത്തിലൊക്കെ ഫോട്ടോ വരാൻ തുടങ്ങിയതോടുകൂടിയാണ് ഈ നാടകത്തിലൊക്കെ വിലയുണ്ട് എന്നൊക്കെ നാട്ടുകാർ മനസ്സിലാക്കുക. അപ്പോൾ കോട്ടയത്ത് തമ്പുരാൻ എന്ന് പറയുന്നൊരു നാടകമാണ് എൻ്റെ ലൈഫ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നത്. അതോടുകൂടി കുറച്ച് സ്വീകരണങ്ങൾ തുടങ്ങി. അല്ല, അത് തിരുവനന്തപുരം അക്ഷരകല ചിരന്തരിൽ അഭിനയിച്ചിരുന്നു. അങ്ങനെ നാടകം ഭയങ്കര സ്വീകരിക്കാൻ തുടങ്ങി. പിന്നെ ഈ ഒറ്റയാൾ നാടകത്തിലേക്ക് എത്തിപ്പെടുന്നത് 2008 ഞാനൊരു പ്രൊഫഷണൽ നാടകത്തിൽ ആക്ട് ചെയ്തിരുന്നു, കൊല്ലത്തുള്ളത്. ഈ ഒച്ചിറ വേലിക്കുട്ടി ആശാന്റെ ലൈഫ് പറഞ്ഞ്. അതും മികച്ചൊരു നാടകമായിരുന്നു. ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് എനിക്ക്. CN ശ്രീകണ്ഠൻ നായർ അവാർഡ് അടക്കം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ നാടകം 1 വർഷമേ ഞാൻ കളിച്ചുള്ളൂ. ആ നാടകം 1 വർഷം കളിച്ചിട്ട് പിന്നീട് അത് മനസ്സിൽ പോകുന്നില്ല. ആ കഥാപാത്രം വല്ലാതെ ഇങ്ങനെ ഹോണ്ട് ചെയ്തു. അത് കുറച്ചും കൂടി കൊമേഴ്സ്യൽ ചേരുവകൾ ചേർത്തുകൊണ്ട് ചെയ്തൊരു നാടകമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലമാണ് കൂടുതലും ആ നാടകത്തിലൂടെ പറഞ്ഞത്. വേലിക്കുട്ടി ആശാൻ എന്ന് പറഞ്ഞത് 30കളിൽ കേരളത്തിൽ ജീവിച്ചൊരു ആക്ടറായിരുന്നു. അന്ന് സ്ത്രീകളാരും ഇല്ല അഭിനയിക്കാൻ. അദ്ദേഹമാണ് പെൺവേഷം കെട്ടി അഭിനയിച്ചത്. ജീവിതം ഭയങ്കര ട്രാജഡി ആയിരുന്നു. അത് ആ 2008 ആ നാടകം എൻ്റെ ഞാനത് മതിയാക്കിയിട്ടും എൻ്റെ മനസ്സിന് പോകുന്നേ ഇല്ല. പിന്നീട് അതിൻ്റെ ഒരു അന്വേഷണവും കാര്യങ്ങളും, ഞാനതിൻ്റെ ഒരു സ്ക്രിപ്റ്റ്, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഒറ്റയാൾ നാടകമായിട്ട് ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റ് മനസ്സിൽ വരികയും, സാധാരണ രീതിയിൽ ചെയ്യുന്ന ഒരു ഒറ്റയാൾ നാടകത്തിനപ്പുറം എന്തെങ്കിലും ഒരു വ്യത്യസ്ത വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് രീതി അടക്കം ചെയ്ത് അതിൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്, ഈ വേലിക്കുട്ടി ആശാന്റെ അതേ കഥാപാത്രം തന്നെ കമൽ സാർ നടൻ എന്ന സിനിമ ചെയ്തപ്പോൾ ജയറാമിൻ്റെ ആ തുടക്കത്തിലുള്ള വേഷം ഞാൻ തന്നെയാണ് അഭിനയിച്ചത്. നടൻ ചെയ്ത് കഴിഞ്ഞ് അപ്പോഴും ഞാൻ ഈ ഒറ്റയാൾ നാടകം സ്റ്റേജിൽ കയറിയിട്ടില്ല. സാമ്പത്തിക പ്രയാസവും പിന്നെ അതൊരു പൂർണ്ണമായിട്ടൊരു തൃപ്തിയാവുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ലാൽ ജോസ് സാറിൻ്റെ വിക്രമാദിത്യൻ വരുന്നത്. വിക്രമാദിത്യത്തിൽ അഭിനയിച്ചതോടുകൂടി കുറച്ച് പൈസയൊക്കെ കിട്ടി. ആ പൈസ കൊണ്ടാണ് ഞാൻ ഈ നാടകം പെണ്ണടനുമായിട്ട് പിന്നെ ധൈര്യമായിട്ട് ഇറങ്ങാം. അങ്ങനെ കടം വാങ്ങാൻ പറ്റില്ല. അപ്പോൾ വിക്രമാദിത്യത്തിൽ അഭിനയിച്ച പൈസ നടനിൽ അഭിനയിച്ച സമയത്തും നടനിൽ അസോസിയേറ്റ് ഡയറക്ടറും കൂടിയായിരുന്നു. ആ പൈസ ഒക്കെ സ്വരൂപിച്ചിട്ടാണ് ഇതിൻ്റെ കോസ്റ്റ്യൂം, മ്യൂസിക്, സെറ്റ് ഇതൊക്കെ ഇതാക്കുന്നത്.